വിജയ് തമിഴ്നാട്ടില് മദ്യനിരോധനം കൊണ്ടുവരുന്ന വാർത്ത കേട്ട് വളരെ ആവേശത്തോടെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനുകളിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് പല ആൾക്കാരും പറഞ്ഞു ഉയർന്നു കേട്ടു. എന്താണ്, ഉമ്മൻചാണ്ടി സർക്കാർ 2011 തൊട്ട് 2016 വരെ ഭരിച്ച കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു സമ്പൂർണ്ണ മദ്യനിരോധന നിയമം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള കഥ. 2014 ഓഗസ്റ്റ് 22 എന്ന ഡേറ്റിനാണ് ഈ ഒരു നയം, മദ്യനിരോധന നയം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് കേരളത്തെ മദ്യവിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നയമായിരുന്നു അത്. ഇതിന്റെ ഭാഗമായിട്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെയുള്ള ഏകദേശം 700-ലധികം ഔട്ട്ലെറ്റുകളാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചത്. മാത്രമല്ല, ഞായറാഴ്ചകളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറുകളും ബിവറേജസുകളൊക്കെ അടച്ചിടുക ഞായറാഴ്ചകൾ. അത് അടിപൊളി ഒരു തീരുമാനമായിരുന്നു. അടിപൊളിയായിട്ട് അത് നടപ്പാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ